യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അല്ല, നിനക്ക് ഈ കുക്കു മേരി ജോണുമായിട്ട് എന്താ ബന്ധം? അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഞാനവളെ കണ്ടു സിറ്റിയിലെ സ്പായിൽ വെച്ച്. ഒരിടിവെട്ടുരുപ്പടിയാണല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഉള്ളത് പറ. ആ, നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യം പറയല്ലേ ഗിരിജ. അല്ല, അവക്ക് എത്ര വയസ്സ് കാണും? ഒരു 30. എനിക്കെങ്ങനെ അറിയാൻ പറ്റും? പോട്ടെ, പിടിച്ചോളാം. അമ്മയുടെ അടിയന്തര ശ്രദ്ധയ്ക്ക് മകൻ രൂപേഷിന്റെ അപേക്ഷ. കൃത്യമായി എനിക്ക് സമയാസമയങ്ങളിൽ ഇഷ്ടമുള്ള ആഹാരം കിട്ടിക്കൊണ്ടിരുന്നതാ. എന്നാൽ കല്യാണം കഴിച്ച ശേഷം എനിക്കുള്ള ഭക്ഷണ കാര്യത്തിൽ ചിലർ ഇടപെടുന്നതായി പരാതിയുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് 7 മുട്ട കഴിച്ചുകൊണ്ടിരുന്ന എനിക്ക് ഇപ്പോ 3 മുട്ട, അതും വെള്ളക്കറി മാത്രമാണ് തരുന്നത്. എല്ലാവർക്കും ഇവിടെ ചിക്കൻ കറിയുണ്ട്, എനിക്ക് മാത്രം ക്യാരറ്റും വെള്ളരിയും തക്കാളിയും, ഒരു ചപ്പാത്തി. എല്ലാരും കേട്ടോണം, വെറും ഒരു ചപ്പാത്തി മാത്രം എനിക്ക് തരുന്നത്. എല്ലാ ദിവസവും താക്കോല് പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ട് തന്നിരുന്ന ബിരിയാണി വരെ തടഞ്ഞു വെച്ചിരിക്കുക. എന്തിന്? താക്കോലിനെ പോലും കാണാൻ കിട്ടുന്നില്ല. ആയതിനാൽ അമ്മ പ്രശ്നത്തിൽ ഇടപെടണമെന്നും സമയത്ത് ആഹാരം തന്നു ഈ മകനെ പട്ടിണിയിൽ നിന്നും രക്ഷിക്കണമെന്നും താഴ്മയായി അപേക്ഷിക്കുന്നു. ഭർത്താവിന്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ ചെലുത്തുന്ന ഒരു ഭാര്യ സ്വന്തം ഭർത്താവിന്റെ ആഹാരക്രമത്തിൽ ഇടപെടുന്നതിൽ പരിമിതിയുണ്ടെന്നും രൂപേഷിന്റെ ഭക്ഷണകാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള സർവ്വ അധികാരവും ദർശനയിൽ നിക്ഷിപ്തമായിരിക്കുന്നതിനാൽ ഇക്കാര്യത്തിൽ ഇടപെടാൻ തൽക്കാലം നിവർത്തിയില്ലെന്ന് വ്യസനസമേതം അറിയിച്ചുകൊള്ളുന്നു. പവി, നീ എന്താ ബലം പിടിച്ചിരിക്കുന്നത്? നീയാണോ ഇപ്പോഴത്തെ മസിലളിയൻ? നീ എവിടെ പോവാ? ഞാൻ വന്നതുകൊണ്ടാണോ? ആണെങ്കിൽ ഞാനങ്ങ് പോയേക്കാം. അമ്മേ, നിങ്ങൾ കഴിക്കേ, ഞാൻ ഇപ്പൊ വരാം. ഗിരിജ, ആ സിഗരറ്റിങ്ങതാ. എടി, നിന്റെ അടുത്തല്ല ഞാൻ. എന്ന് തുടങ്ങി പവി പുതിയ ശീലങ്ങളൊക്കെ?
നീ കുടിച്ചിട്ടുണ്ടല്ലേ? എന്റെ പഴയ തങ്കൂട്ടൻ ഒരുപാട് മാറിപ്പോയി. തങ്കൂട്ടൻ, ഞാൻ പോലും മറന്നുപോയി കുട്ടിക്കാലത്ത് എന്റെ വിളിപ്പേര്. എല്ലാം പവി മറന്നു. കോളേജിന്റെ അവധിക്കാലത്ത് നീ ഇതുപോലെ ഒളിച്ചിരുന്ന് വലിച്ചത് സിഗരറ്റ് അല്ല, പറമ്പിലെ ഏതോ പണിക്കാരുടെ ബീഡി മോഷ്ടിച്ച നീ വലിച്ചത്. കയ്യോടെ എന്റെ തങ്കൂട്ടനെ പിടികൂടി വിശ്വേട്ടന്റെ മുന്നിൽ ഹാജരാക്കി. ആമ്പിളിറായാൽ അങ്ങനെയൊക്കെയാ. ഇവൻ കോളേജിലായപ്പോ അല്ലേ വലിച്ചത്, അതും വെക്കേഷന്. ഞാൻ 5ാം ക്ലാസ്സിൽ വെച്ച് തുടങ്ങി ബീഡി വലിക്കാൻ, അതും കട്ട്. എന്നാ വിശ്വേട്ടൻ പറഞ്ഞത്. തങ്കൂട്ടനെ തല്ലുന്നത് കാണാമെന്ന ചേച്ചി ആരായി? ശശിയായി. ഞാൻ ആ വഴക്കെങ്ങനെ മൂപ്പിച്ച് ഒരു പൊട്ടിത്തെറിയിൽ എത്തിക്കുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാ അയാളുടെ അമ്മായിയമ്മയുടെ ഒരു പൊട്ടിച്ചിരി. ഇപ്പൊ ചെന്ന ആ മുതുക്കി പെണ്ണും പിള്ളയുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് മുള കരച്ച അമ്മിക്കല്ലില് പരപരാന്നുരച്ച് വെളുപ്പിക്കണം. പണ്ടേ വിശ്വേട്ടൻ പറഞ്ഞ വേറൊരു തമാശ പറഞ്ഞുതരാം. അയാൾക്കുടെ അമ്മായിയമ്മ എന്ന് പറയുമ്പോ അച്ഛന്റെ അമ്മായിയമ്മ എന്ന് പറഞ്ഞ അമ്മയുടെ അമ്മ. ശരിയാ, അവരുടെ മോന്ത പിടിച്ച് നിലത്തുരയ്ക്കണം എന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ചെന്ന ഉടനെ തുടങ്ങും ഉപദേശത്തിന്റെ നീണ്ട കഥ. ഡിഡി വേണ്ട, തോർത്തെടുത്തില്ല. നോക്കിയേ, ഇയാളെന്താ മരപ്പെട്ടിക്കുണ്ടായതാണോ? തത്തയെ പറഞ്ഞു പഠിപ്പിക്കുന്ന പോലെ ഞാൻ ഓരോന്ന് പറഞ്ഞു കൊടുത്തതല്ലേ. ഈ തക്കം നോക്കി എന്തെല്ലാം എഴുതി വാങ്ങിക്കാമെന്ന് വരെ പറഞ്ഞു കൊടുത്തു. എഴുതി വാങ്ങിക്കാനോ? എന്ത്? എടി, നമ്മൾ ഇവിടുന്ന് ഇറക്കി വിടുമെന്ന് കാള മുക്രിയിടും പോലെ സുമംഗല തങ്കച്ചി പറഞ്ഞില്ലേ? അങ്ങനെ ചുമ്മാ അങ്ങ് ഇറങ്ങി പോവാൻ പറ്റുമോ? ഇന്നതൊക്കെ എഴുതി തരണമെന്ന് ഡിമാൻഡ് വെക്കും. അന്ന് പിന്നെ വിശ്വേട്ടൻ കുടിക്കാൻ വേണ്ടി പോയ സമയത്ത് തോർത്തില്ലായിരുന്നു. മരുമോളെ പത്തായത്തിനകത്തേക്ക് കേറ്റാനുള്ള വെപ്രാളത്തില് ചോദിക്കുന്നതൊക്കെ തരും. ചോദിക്കുന്നതൊക്കെ കിട്ടാൻ എളുപ്പാ. അപ്പച്ചിയോടും ദർശനയോടും ഒക്കെ നല്ല റിലേഷൻ ഉണ്ടാക്കുന്നതല്ലേ. അതല്ലേ അച്ഛൻ അപ്പച്ചിയുടെ അടുത്തും ഏത് ഞങ്ങള് രണ്ടിടത്തും, അപ്പച്ചിയുടെ അടുത്തും ദർശനയുടെ അടുത്തും സോപ്പിട്ട് നിൽക്കുന്നത്. എന്താ ദർശനെ, മോൻ വലുതും ചോദിച്ചിട്ട് വാങ്ങിക്കൊടുത്തില്ലേ? ഏയ്, അങ്ങനെയല്ല. ഞാനേ എല്ലാം രൂപേഷേട്ടനെ കൊണ്ട് തന്നെയാ കൊടുപ്പിച്ചത്. നോട്ടെണ്ണം പഠിപ്പിച്ചതൊക്കെ ആള് മറന്നുപോയി. അതൊന്നും അല്ലമ്മേ, അവിടെ ഒരു ട്രോളി ഇല്ലേ, അടിയിൽ വീലൊക്കെ വെച്ച് പിടിപ്പിച്ച ട്രോളി, അത് ഉരുട്ടി നടന്നപ്പോ പണ്ട് കുഞ്ഞുനാളിലെ എന്നെ അമ്മ ഇതുപോലെ ട്രോളിയിൽ ഇരുത്തിയതും പാർക്കിലൊക്കെ കൊണ്ടുപോയതൊക്കെ അതോർത്ത്. രൂപേഷേട്ടൻ എന്തിനാ കള്ളം പറയുന്നത്? അവിടെ സൂപ്പർ മാർക്കറ്റില് പറഞ്ഞേൽപ്പിച്ച പോലെ 2-3 സ്ത്രീകള്, അവര് മനഃപൂർവ്വം രൂപേഷേട്ടനെ കളിയാക്കി. അതൊരു വെറും കളിയാക്കലല്ലാന്ന് എനിക്ക് പിന്നീടാ മനസ്സിലായത്. എന്നെ പുകഴ്ത്തി പറയുകയും രൂപേഷേട്ടനെ മണ്ടനെന്നും തടിയനെന്നും കാണാൻ കൊള്ളില്ലെന്നും എന്നൊക്കെ പറഞ്ഞ് ശരിക്കും ഇൻസൾട്ട് ചെയ്തു. അവർക്ക് ഞാൻ നല്ല മറുപടി കൊടുത്തു. പക്ഷെ എന്റെ സംശയം, ഞങ്ങൾ ആ സൂപ്പർ മാർക്കറ്റില് ആ സമയത്ത് വരുമെന്ന് അറിഞ്ഞ് അവര് കാത്തുനിന്ന് കളിയാക്കിയതുപോലെ ആരോ പറഞ്ഞ് ഏർപ്പാടാക്കിയതാണോന്ന് എനിക്കൊരു സംശയം. എന്തിനാ സംശയം മാത്രമാക്കുന്നേ? പുറത്ത് കാണും 2 അഭിരാമികൾ, രഞ്ജിനിയോ ഗിരിജയോ, അല്ലെങ്കിൽ 2 വിളഞ്ഞ വിത്തുകളുണ്ടല്ലോ, വീണയും ശ്രേയയും. അവർക്കൊക്കെ എല്ലാം അറിയാം ആ സൂപ്പർ മാർക്കറ്റിൽ നിന്നാ നമ്മൾ സ്ഥിരം പർച്ചേസ് ചെയ്യുന്നതെന്ന്. എന്താ മോനെ,
മോൻ ഇനിയും മണ്ടനാണെന്ന് തന്നെ ഉറപ്പിക്കുക. ബുദ്ധിമാനാകണമെങ്കിൽ ഇത്തരം ബാലിശമായ ചിന്തകൾ കളയണം. ദൂരെ നിന്നും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ മോനെന്താ കയ്യോ കാലോ മുറിയുവോ അതോ വേദനിക്കുവോ? ഇനി അങ്ങനെ ആര് പറഞ്ഞാലും പോടാ പുല്ലെന്ന് പറഞ്ഞിട്ടിങ്ങി പോരണം. അതൊക്കെ ഞാൻ പറഞ്ഞു. എന്നിട്ടും രൂപേഷേട്ടന് വിഷമമായി പോയി. അമ്മ വിഷമിക്കണ്ട. ഇപ്പൊ അതിനോടൊക്കെ പ്രതികരിക്കാനുള്ള മനസ്സ് രൂപേഷേട്ടനിൽ രൂപപ്പെട്ടു വരുന്നുണ്ട്. പണ്ട് സങ്കടപ്പെടുകയും കരയുകയൊക്കെ അല്ലേ, ഇന്നവരെ അടിക്കാൻ വരെ ചെന്നു. എന്താ ശരിയല്ലേ? അടിക്കാൻ ചെന്നു എന്നുള്ളത് ശരിയാ, പക്ഷേ അടിച്ചില്ല. ആ ദർശന കൂടെയുള്ളതിന്റെ ബലത്തിലല്ലേ. അവളുമാര് തിരിച്ചെങ്ങാനും വന്നാ എന്റെ കരാട്ടെ റാണി ഇടിച്ചു പൊളിക്കുമെന്നറിയാല്ലേ. നിങ്ങൾ ചോദിക്കുമ്പോ ഇങ്ങനെ കാശെടുത്ത് തരാനേ എന്റെ കയ്യിൽ എവിടുന്നാ കാശ്? എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാണെങ്കിൽ അതൊന്നും മനസ്സിലാക്കായിരുന്നു. ഇന്ന് വരെ ഏതെങ്കിലും ഒന്ന് ഒരു പ്ലാനെങ്കിലും നിങ്ങൾ അമ്മയും മോനും സക്സസ് ആക്കിയിട്ടുണ്ടോ? എല്ലാം ചീറ്റി പോയിട്ടേ ഉള്ളൂ. ആസിഡ് അവളുടെ മോന്തയ്ക്കൊഴിക്കും, അവളുടെ മുഖം അങ്ങനെ കരിഞ്ഞ് വെന്തളിഞ്ഞു പോകും. കല്യാണം പോയിട്ട് അവക്കിനി പുറത്തിറങ്ങി നടക്കാനേ പറ്റില്ല. ഇതെല്ലാം വിശ്വസിച്ച ഞാനാ മണ്ടി. അത് മോന്റെ വക. അമ്മ എന്തായിരുന്നു പുകില്? അഞ്ജന എപ്പോഴാ ഒറ്റയ്ക്കാകുന്നെന്ന് പറഞ്ഞാ മതി, അവളെ അങ്ങ് തീർത്ത് കളയും. 1 ലക്ഷം രൂപയാ അഡ്വാൻസ് തന്നത്. വീടിനകത്തെ ആ കഴുതയ്ക്ക് എത്ര നേരം അവളെ ഒറ്റയ്ക്ക് കിട്ടിയത്? ആ പരിസരത്ത് പോലും ഒറ്റ മനുഷ്യരുണ്ടായിരുന്നില്ല. ഞാനും മോളും കൂടി എല്ലാം കണ്ടോണ്ട് നിൽക്കായിരുന്നു. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടാ നിങ്ങളുടെ ഭർത്താവ് ആ മണ്ണുണ്ണി താക്കോലുമായിട്ട് വന്നത്. അവര് വന്നിട്ട് പോലും എത്രയോ സമയം ഉണ്ടായിരുന്നു. ഒന്നുമില്ലെങ്കിലും അവനൊരാണല്ലേ. പൂച്ചക്കുട്ടിയെ പോലൊരു പെങ്കൊച്ചിനെ കയ്യിൽ കിട്ടിയിട്ട് നിങ്ങൾക്ക് അമ്മയ്ക്കായാലും മോനായാലും കുറെ ഒന്നിനും കൊള്ളാത്ത ക്നാപ്പന്മാരും. പറയുമ്പോ വലിയ സെറ്റപ്പാ. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ജീവപര്യന്തം കഴിഞ്ഞ് തലേന്നിറങ്ങിയതേ ഉള്ളൂ. 4 ആളെയാ ചവിട്ടി കൊന്നത്. അവനാര്? മതമിളകിയ കൊമ്പനോ? 4 പേരെയൊക്കെ ചവിട്ടിക്കൊല്ല. അവസാനം പവനായി ശവമായി. ഏതെങ്കിലും ഒന്ന്. എത്ര തവണ നിങ്ങൾക്ക് ഞാൻ അവസരം തന്നു, എത്ര ലക്ഷങ്ങൾ തന്നു. പണം അതങ്ങോട്ട് മേടിച്ചെടുക്കാൻ അമ്പമ്പോ വല്ലാത്ത മിടുക്ക് തന്നെ. പാറ്റൻ ടാങ്ക് മിസൈലും വരെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു കളയും. ഒരു പാറ്റാ ഗുളിക പോലും കയ്യിൽ കാണത്തൂല്ല. അല്ല, ഈ പറഞ്ഞ കോലത്തെ തമ്പുരാട്ടി പറഞ്ഞതോ 5 പ്ലാനുകളാണെന്നല്ലേ പറഞ്ഞത്? എന്താ 5ഉം കൊത്തിപ്പോയോ? ബോംബ് വയ്ക്കുന്നു, ഷോക്കടിപ്പിക്കുന്നു, പായസത്തിൽ വിഷം കലർത്തുന്നു. അതുകൊണ്ട് കടലപ്പായസം മാത്രം ആരും കുടിക്കരുത്. ഒന്നും നടന്നില്ലല്ലോ. ഇതൊക്കെ അങ്ങനെ തന്നെയാ. പലതവണ പ്ലാൻ ചെയ്താലേ ഒരു തവണ നടക്കൂ. പിന്നെ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ആളെ അയക്കാതെയോ സെറ്റപ്പ് വർക്കൗട്ട് ആകാതെയോ നിങ്ങളെ പറ്റിച്ച് കാശ് ഞാൻ വാങ്ങിയിട്ടില്ല. ഗ്യാസ് ഗുണ്ടയുടെ കാര്യത്തിലും അത് തന്നെ സംഭവിച്ചത്. ഗ്യാസ് കുറ്റിയായിട്ട് അവ വന്നില്ലേ? വന്നു. ഗ്യാസ് തുറന്നു വിട്ടില്ലേ? വിട്ടു. അവളെ മുറിയിൽ പൂട്ടിയിട്ടില്ലേ? ഇട്ടു. കയറി പിടിക്കുകയും ചെയ്തു. പക്ഷേ സംഗതി നടന്നില്ല. കുഴപ്പമേ എന്റെ ഭാഗത്തുനിന്നുള്ളതല്ല, ആ വന്നവന്റെ ഭാഗത്തുനിന്നും അല്ല. ആളില്ലെന്ന് പറഞ്ഞത് നിങ്ങളാ. കാര്യം എന്റെ ഭർത്താവൊക്കെ തന്നെയാ. താക്കോലോ ഓടാലിയോ അവനെ പിടിച്ചേ ആ സമയത്ത് വന്നത് എന്റെ ഭർത്താവ് തന്നെയാ. അതെന്റെ പ്ലാനിങ്ങിന്റെ കുഴപ്പം കൊണ്ടൊന്നും അല്ല. അതുകൊണ്ടേ കാശില്ലാന്ന് പറഞ്ഞ് കൈമലർത്തിയാലേ
പണി പാളും ഗിരിജ മാഡം. അവന് ജയിലെന്നും പോലീസെന്നൊക്കെ പറഞ്ഞ ഒരു പേടിയില്ല. കുറച്ചു കാലം അകത്ത് കിടക്കാനും മടിയൊന്നുമില്ല. നേരെ സ്റ്റേഷനിൽ ചെന്ന് ഗിരിജ മാഡം പറഞ്ഞിട്ടാ ഇതൊക്കെ ചെയ്തേന്ന് പറഞ്ഞ് മാപ്പ് സാക്ഷി ആയിക്കോട്ടെ. വേണ്ട വേണ്ട. എങ്കിൽ പറഞ്ഞ ബാക്കി 2 ലക്ഷം കിട്ടിയേ തീരൂ. എനിക്കിതിന്ന് കമ്മീഷനൊന്നും വേണ്ട. പറഞ്ഞ തുക അവന് കൊടുക്കണം. എന്റെ സ്വന്തം കുഞ്ഞിനെയാ ഞാൻ കൊല്ലാൻ നോക്കിയത്. ഞാൻ എടുത്തു വളർത്തിയത് അവളെ. അമ്മേ നിർത്ത്. ഓവർ സെന്റ് അടിച്ച് ചളവാക്കണ്ട. ഗിരിജാമ്മയുടെ ഒരു വാക്ക് പറഞ്ഞ അത് വാക്കാ. അതിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. കല്യാണത്തിൻ്റെ അന്ന് ചിലവാതിരുന്ന ആസിഡ് എൻ്റെ കയ്യിൽ ബാക്കിയുണ്ട്. അതുകൊണ്ട് മണവാട്ടിയെ കാണാൻ ഞാൻ ഒന്നുകൂടി പോകുന്നുണ്ട്. ആ കൊട്ടേഷന് നിങ്ങളെനിക്ക് കാശൊന്നും തരണ്ട. അമ്മയുടെയും എൻ്റെയും 2 പ്ലാനും ചീറ്റിപ്പോയ സ്ഥിതിക്ക് ഇത് ഫ്രീ പാക്കേജാണ്. കോംബോ ഓഫർ. പക്ഷേ എൻ്റെ അമ്മയോട് ഗ്യാസ് കുറ്റി വെച്ച് കൊല്ലാൻ കൊട്ടേഷൻ ടീമിന് കൊടുക്കാമെന്ന് പറഞ്ഞ മുഴുവൻ പൈസയും ഇപ്പം സെറ്റിൽ ചെയ്തേ പറ്റൂ. 50 തന്നോളൂ. ബാക്കി 1.5 എപ്പം തരും? എനിക്ക് കുറച്ച് സമയം കൂടി തരണം. ആ ആസിഡ് വെച്ച് ദർശനയുടെ മുഖയെ പൊള്ളിക്കൂന്നൊന്നുമില്ല. ശ്രേയാമോളുടെ ആയാലും ഗിരിജാ മേഡത്തിന്റെ ആയാലും പറ്റും. ഈ പ്രറ്റി ലുക്കൊക്കെ ഒന്ന് മാറ്റിയെടുക്കണ്ടേ? വേണ്ട, ഞാൻ ഇന്ന് തന്നെ സുധർമ്മയുടെ അക്കൗണ്ടിലേക്ക് കാശിട്ടോളാം. ഓ, ചുമ്മാ പറഞ്ഞതാ. ചുമ്മാ. ഈ സുന്ദരമുഖം ഞാൻ പൊള്ളിക്കൂ? ഇല്ല. വാമേ. നിനക്കെന്നെ അറിയില്ല. ഇടഞ്ഞ മഹാപിശകായി ഗിരിജ. കൊട്ടേഷന് മറു കൊട്ടേഷൻ കൊടുത്താലും ഗിരിജയെ തളയ്ക്കാൻ നിന്റെ കയ്യിലെ വെള്ളിച്ചങ്ങല പോരടാ. ഉരുക്ക് ചങ്ങല തന്നെ വേണം. എന്നോട് സംശയം പറഞ്ഞതാ. അന്നത്തെ പോലെ എന്തോ തരികിട ഇന്ന് രാത്രിയിൽ ഒപ്പിക്കാനുള്ള പരിപാടിയാന്ന്. അതുകൊണ്ട് തന്നെ ഡോറ് പൂട്ടിയിട്ട് തന്നെ കിടക്കണമെന്ന് പ്രത്യേകം ഗീതമ്മ പറഞ്ഞതാ. അതുകൊണ്ട് റിവോൾവറും എടുത്ത് തയ്യാറായിട്ടാ ഞാൻ കിടന്നത്. അവൾ ഇത്രയും സ്വർണവും ഡയമണ്ടും ഇവിടെ കൊണ്ട് വെച്ചിട്ട് പോണമെങ്കിൽ അതിന് പിന്നിൽ എന്തോ ഒരു ചതി തന്നെ ഇല്ലേ എന്നൊരു സംശയം. എന്തായാലും പോലീസിനെ തൽക്കാലം അറിയിക്കണ്ട. ഇന്നലെ ഇവിടെ സ്വർണം കൊണ്ടുവച്ചതിന് ശേഷം പുറത്ത് ഒരു നാടകം നടന്നു. അതിലെ സൂത്രധാരൻ പവിത്രൻ സർ ആയിരുന്നു. അതിനർത്ഥം ഇത് ഗിരിജാ മാഡത്തിന്റെ പ്ലാൻ അല്ല, പവിത്രൻ സാറിന്റെ പ്ലാൻ ആണെന്ന. അവനാണെങ്കിൽ തന്നെ ഇതൊക്കെ കൊണ്ടുവച്ചതിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയണ്ടേ? അതെനിക്കറിയില്ല. ഒന്ന് ഞാൻ ഉറപ്പിച്ചു പറയാം, ഇത് വെൽ പ്ലാൻഡ് ആയിട്ടുള്ള എന്തോ ട്രാപ്പാ. അല്ല, ഇത്ര ഉരുപ്പടി ഇവിടെ ഇങ്ങനെ വെച്ചിരുന്ന? തൽക്കാലം ഒന്നും ചെയ്യണ്ട. കൊണ്ടുവച്ചത് ആരായാലും ഇതൊന്നും അമ്മയ്ക്ക് തരാൻ കൊണ്ടുവച്ചതല്ല. മാത്രമല്ല ഇതേതായാലും ഒറിജിനൽ ആയിരിക്കാൻ സാധ്യതയില്ല. ഒറിജിനൽ തന്നെയാ. സ്വർണം ക്വാളിറ്റി നോക്കുന്ന ഡിജിറ്റൽ എക്യുപ്മെന്റ് എന്റെ കയ്യിലുണ്ട്. ഞാൻ നോക്കിയതാ. ഇതെല്ലാം ഒറിജിനൽ തന്നെയാ. ഞാൻ ഒറിജിനൽ അല്ല എന്ന് പറഞ്ഞത് സ്മഗിൾഡ് ഗോൾഡ് ആയിരിക്കും എന്നർത്ഥത്തില. അമ്മ ഒന്നും കൊണ്ടും പേടിക്കണ്ട. ഇതിന്റെ നെല്ലും പതിരും ഞാൻ തന്നെ വേർപിരിച്ച് കാണിക്കാം. വെയിറ്റ് ആൻഡ് സീ. അമ്മേ, 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 ഒന്നിങ്ങ് വന്നേ.
രൂപേഷേട്ടാ, എന്താ എന്തിനാ ഇങ്ങനെ വിളിച്ചു കൂന്ന? എന്താ പറ്റിയേ? അമ്മ എവിടെ? അമ്മയൊന്ന് വിളിക്ക് വേഗം. അപ്പച്ചി ബാത്റൂമിലാ, ഞാൻ പോയി നോക്കി. എന്താ രൂപേഷേട്ടാ, കാര്യം പറ. അപ്പച്ചി എന്താ മോനെ, എന്താ? അപ്പച്ചി, ഞാൻ ഊരി വെച്ചിരുന്ന എന്റെ മാലകൾ കാണുന്നില്ല. മാലയൊന്നും കാണുന്നില്ലേ? നീ എന്തൊക്കെയാ ഈ പറയുന്നേ? വാ ഇങ്ങോട്ട് വന്നേ, നോക്കാം. മോനെ എവിടെയാ വെച്ചിരുന്നേ? അപ്പച്ചി, ഞാൻ ഇവിടെ വെച്ചിരുന്നേ. എല്ലായിടത്തും ശരിക്കും നോക്കിയോ? ആ, ഞാൻ ഇവിടെ തന്നെയാ വെച്ചത്. ദർശന ഗസ്റ്റ് ഹൗസിലേക്ക് പോകുന്നു പറഞ്ഞപ്പോ ഞാനും കൂടി ചെല്ലാന്ന് പറഞ്ഞു. രൂപേഷേട്ടൻ കിടന്നോ, ഞാൻ ഇപ്പൊ വരാന്നും പറഞ്ഞ് ദർശന പോയി. ഞാനപ്പോ കട്ടിലിരുന്ന് കല്യാണത്തിന്റെ വീഡിയോ കാണുമായിരുന്നു. അവരത് ട്രെയിലർ പോലെ കുറച്ച് കട്ട് ചെയ്ത് അയച്ചു തന്നതാ. ദർശനെ അത് കണ്ടു. അതിനിടയ്ക്ക് വീഡിയോയില് തരുണിനെ കണ്ടു. തരുണിനെ കണ്ടപ്പോ പെട്ടെന്ന് ദർശനയ്ക്ക് ചോട്ടുവിന് ഓർമ്മ വന്നു. ചോട്ടു അവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ഞാൻ ഒന്ന് നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞ് ദർശന പോയി. ഞാൻ വീണ്ടും അവിടെ ഇരുന്ന് വീഡിയോ കണ്ടുകൊണ്ടിരുന്നതാ, പെട്ടെന്ന് മയങ്ങിപ്പോയി. എന്താടാ, എന്തിനാ നീ ഏട്ടത്തെ വിളിച്ചത്? എന്താ എല്ലാവരും ഇങ്ങനെ മിഴിച്ചിരിക്കുന്നേ? അങ്ങളെ, രൂപേഷേട്ടന്റെ മാല ഒന്നും കാണാനില്ലെന്ന്. മാല കാണാനില്ലെന്നോ? നീ എവിടെ വെച്ചത്? ഞാൻ ഈ ഡ്രോയ്ക്കകത്താ വെച്ചിരുന്നത്. എന്താടാ, ഓർണമെന്റ്സ് ഒക്കെ ഇങ്ങനെ അലക്ഷ്യമായി വെക്കാൻ പാടുണ്ടോ? നിന്റെ മാത്രമേ ഉള്ളോ അതോ ദർശനയുടെയും പോയോ? ദർശന എവിടെ? മോളെ വിളിക്ക്. മോളെ, നീ പോയി ദർശന മോളെ വിളിച്ചോണ്ട് വാ. ചെല്ല്. ദർശന ഇവിടെ ഇല്ലേ? ഗസ്റ്റ് ഹൗസിലേക്ക് പോയിരിക്കുക ചോട്ടുവിനെ കാണാൻ. നീ വെറുതെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ദർശന എടുത്ത് എവിടെയെങ്കിലും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. ചിലപ്പോ ഏട്ടത്തിയുടെ മുറിയിലെ ലോക്കറിൽ വച്ച് പൂട്ടിയിട്ടുണ്ടാവും. ഒന്ന് അന്വേഷിച്ചിട്ട് വേണ്ടേ കണ്ടില്ലെന്ന് പറയാൻ? ദർശന നിന്നെ പോലെയല്ല, ഉത്തരവാദിത്വം ഉണ്ട് അവൾക്ക്. അവൾ വരട്ടെ ചേച്ചി, എന്നിട്ട് അന്വേഷിക്കാം. രൂപേഷേട്ടാ, ഞാൻ കണ്ടതാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ ഇറങ്ങുന്നതിന് തൊട്ട് മുൻപും കണ്ടതാ. കുറച്ച് പൈസ എടുക്കാൻ ഞാൻ ഡ്രോയർ തുറന്നിരുന്നു. താക്കോലിന്റെ കയ്യിൽ കൊടുത്തയക്കാനായിരുന്നു. ഗസ്റ്റ് ഹൗസിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും പരിപ്പും ഒക്കെ വാങ്ങണമായിരുന്നു. അല്ല, താക്കോൽ ഇങ്ങോട്ട് വന്നില്ലേ? ഇങ്ങോട്ട് വന്നായിരുന്നല്ലോ. ബോസിനെ വിളിച്ചോണ്ട് ബൈക്കിൽ പോയിട്ട് വരാന്നാ പറഞ്ഞേ. ദർശന പോയതെനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഞാൻ കുറച്ചൊന്നും മയങ്ങി, കിടന്നതൊന്നും ഓർമ്മയില്ല. 2 ദിവസത്തെ ഉറക്കം നിൽക്കുകയല്ലേ. ആശുപത്രിയിലും പിന്നെ ഇവിടെ വന്നിട്ട് കുറെ പ്രശ്നങ്ങളായിരുന്നല്ലോ. ഈശ്വര, രൂപേഷേട്ടനിട്ട് ആ 5 പവന്റെ മാലയില്ലേ, അത് ഞാനിവിടെ രൂപേഷേട്ടന്റെ ഓർണമെന്റ്സിന്റെ കൂടെയാ വെച്ചിരുന്നേ. എന്താ മോളെ ഇത്? നിനക്കും ഉത്തരവാദിത്വം ഇല്ലാതായി പോയോ? സ്വർണ്ണമൊക്കെ എപ്പോഴും പൂട്ടി വെക്കണ്ടേ? ഞാൻ താഴെ നിന്നപ്പോ താക്കോൽ ഇങ്ങോട്ട് വരുന്നത് കണ്ടായിരുന്നു. ശ്രേ, ബോസ് മുകളിലുണ്ടോ? എന്താ പതിവില്ലാത്തൊരു ചോദ്യം? നീ എന്നോട് ചോദിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് പോകുന്നതും ഒക്കെ? നീ വലിയ ആളല്ലേ. അതെ, കടയിലൊന്ന് പോണം. കല്യാണത്തിന് ശേഷം ബോസുമായിട്ട് ഒന്ന് പുറത്തിറങ്ങിയതേ ഇല്ല. ആ സ്റ്റുഡിയോക്കാരനെ വിളിയോട് വിളി. അവന്റെ കാശ് കൊടുക്കണം. ഞാനൊന്ന് പോയിട്ട് വരാം. അയ്യോ, വലിയ സ്നേഹം. പക്ഷെ തിരിച്ചവൻ ഇറങ്ങി പോകുന്നത് ഇല്ല, ഞാൻ കണ്ടില്ല. എങ്കിൽ പിന്നെ വേറെ ഒന്നും ചിന്തിക്കണ്ട. അവൻ ആ താക്കോല് തന്നെ അടിച്ചോണ്ട് പോയതാ. അവൻ എന്തിനാ ശ്രേയോട് അങ്ങനെ പറഞ്ഞത്? സ്റ്റുഡിയോയിലെ 40,000 രൂപ ഞാനല്ലേ അവന്റെ കൈ കൊടുത്തയച്ചേ. കുറച്ച് കമ്മീഷൻ ചോദിച്ച് വാങ്ങിക്കണമെന്ന് പറഞ്ഞ് അവനാ പൈസയും കൊണ്ട് പോയത്. അവനത് പക്ഷേ സ്റ്റുഡിയോയിൽ കൊടുക്കുകയും ചെയ്തു. കൊടുത്തിട്ടാ CD കൊണ്ട് വന്നത്. മുഴുവനും കട്ട് ചെയ്തിട്ട് നാളെ തരാന്നും പറഞ്ഞു. എങ്കിൽ പിന്നെ സംശയിക്കണ്ട, താക്കോല് തന്നെ അതെടുത്തോണ്ട് പോയത്. അനാവശ്യം പറയരുത്. അവൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. താക്കോൽ എടുക്കില്ല, ശരി. പിന്നെ ആഭരണങ്ങൾ എവിടെ? അതേതായാലും തനിയെ നടന്നു പോവില്ലല്ലോ. അപ്പോ സംഗതി നേരാണല്ലേ? ദർശന സൂക്ഷിച്ച് എവിടെയെങ്കിലും വെച്ച് കാണുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. രണ്ടും കൂടി ഇപ്പോ 10-17 പവൻ കാണില്ലേ? അല്ല, 20 പവനെങ്കിലും കാണും. അത്രയൊന്നും കാണില്ല. എല്ലാം കൂടി ഒരു 12. അല്ല,
രൂപേഷേട്ടന്റെ കഴുത്തി കിടന്നത് മാത്രം 12 പവൻ വരും. പിന്നെ രൂപേഷേട്ടൻ ഇട്ടെന്ന് പറഞ്ഞ മാല 5 പവൻ വരില്ലേ? എല്ലാരും കൂടി ഇങ്ങനെ കിടന്ന് അലിക്കാതെ എല്ലായിടത്തും ആയിട്ടൊന്ന് തിരഞ്ഞു നോക്ക്. ഇല്ല, ഈ മുറിക്കകത്തില്ല. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. താക്കോലിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. സ്വിച്ച് ഓഫോ? അതങ്ങനെ ഓഫ് ചെയ്യാറില്ലല്ലോ. ആകെ കൂടി ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മണക്കുന്നുണ്ടല്ലോ. ഇനി ഒന്നും ആലോചിക്കാനില്ല. ഇത് അവൻ തന്നെയാ താക്കോല്. അവൻ എടുത്തോണ്ട് പോയത് തന്നെയാ ഇത്. അവൻ അങ്ങനെ ചെയ്യോ? പിന്നെ ആഭരണങ്ങൾ എവിടെ? നീ ഇപ്പൊ എവിടെ പോവാ? അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ഞാൻ താക്കോലിനെ ഒന്ന് അന്വേഷിക്കട്ടെ. ഞാൻ വരാം മോളെ. വേണ്ടങ്ങളെ, ഞാൻ ഇപ്പൊ വരാം. മോൻ വിഷമിക്കാതെ. കുറച്ച് ആഭരണങ്ങളല്ലേ, നമുക്ക് അന്വേഷിച്ചു കണ്ടുപിടിക്കാം. ഞാനേ ഏടത്തിയോടൊന്ന് ചോദിക്കട്ടെ. ചിലപ്പോ ഏടത്തി വാങ്ങി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിലോ? ഇതിവിടെ എങ്ങുമില്ല. അവനെ ഞാൻ പണ്ടേ നോക്കി വെച്ചതാ. കള്ളനവൻ. പവിയേട്ടന് തോന്നിയതുപോലെ ഹോട്ടലിലോ കമ്പനി ഗസ്റ്റ് ഹൗസിലോ താമസിക്കാം, കൂട്ടുകാരുമായി കുടിക്കാം, ഉല്ലസിക്കാം. ഇവിടെ ഞാനും മോളും മുൾമുനയിലാ നിൽക്കുന്നെ. ആ സ്വർണവും ഡയമണ്ടും കൊണ്ട് അവരുടെ ലോക്കറിൽ വെച്ചിട്ട് എങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കും പവിയേട്ടാ? മനുഷ്യന് ഉറക്കം വരുമോ? അതോ ഇല്ല. ഇന്നലെ രാത്രി എത്ര തവണ ഞാൻ ചേച്ചിയുടെ മുറി പോയി